വെൽക്കം. തഹമനാണ്. ഫാർമക്കോളജിയിൽ ഈ വീഡിയോ ഡ്രഗ്സ് ആക്ടിങ് ഓൺ യൂട്ടറസ് ഓർ യൂട്ടറൈൻ സ്റ്റിമുലൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. യൂട്ടറൈൻ സ്റ്റിമുലൻസ്. സോ യൂട്ടറൈൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് യൂട്ടറൈൻ സ്റ്റിമുലൻസ് എന്ന് നമ്മൾ പറയാം. മറ്റൊരു പേര് എക്ബോളിക്സ് എന്നാണ്. എക്ബോളിക്സ് എന്നും വിളിക്കും, അല്ലെങ്കിൽ ഓക്സിറ്റോസിക്സ് എന്നും വിളിക്കും. ഓക്സിറ്റോസിക്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഓക്സിറ്റോസിൻ തന്നെയാണ്. ഓക്സിറ്റോസിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഹൈപ്പോതലാമസിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഹൈപ്പോതലാമസിൽ നിന്ന് ഉണ്ടായി അവിടെയുള്ള പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് ഓർ സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസിൽ നിന്നുണ്ടായി അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹോർമോൺ ഇസ് എ നോനാപെപ്റ്റൈഡ് ആണ്. 9 അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പം നോനാപെപ്റ്റൈഡ് എന്ന് വിളിക്കാം കെമിക്കലി. ആൻഡ് സിന്തറ്റിക് ഓക്സിറ്റോസിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിറ്റോസിൻ ഒരു ഫേമസ് പേരാണ്. സിൻറ്റോസിനോൺ. ഇതൊക്കെയാണ് ഫേമസ് ബ്രാൻഡ്സ്. നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാമസ്കുലർ കൊടുക്കും, ഇൻട്രാവീനസ് കൊടുക്കും. പിന്നെ ഉള്ളത് ഒരു സിന്തറ്റിക് വെറൈറ്റി ഡസ് അമിനോ ഓക്സിറ്റോസിനും ലഭ്യമാണ്. ആൻഡ് ദിസ് ഇസ് എ ബക്കൽ ഫോർമുലേഷൻ ആണ്. വായിൽ ഒക്കെ വെച്ചിട്ടാണ്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലതും ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്നതും ഇതാണ്. അതുകൊണ്ട് ഇതാണ് കൂടുതൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ഡ്രഗ് എക്ബോളിക്സിലെ. രണ്ടാമത്തെ മരുന്ന് നമ്മൾ പറയുന്നത് മെത്തർജിൻ ആണ്. യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നാണ് മെത്തർജിൻ ഓർ മീഥൈൽ എർഗോമെട്രിൻ എന്ന് പറയുന്ന മരുന്നാണ്. മീഥൈൽ എർഗോമെട്രിൻ ഓർ മെത്തർജിൻ എന്ന് പറയും. ദെൻ എർഗോനോവിൻ ആൻഡ് എർഗോമെട്രിൻ വേറെ ഉണ്ട്. ആൻഡ് ദിസ് മെത്തർജിൻ ഈസ് ഗിവൺ ഇൻട്രാവീനസ്ലി കൊടുക്കും, ഇൻട്രാമസ്കുലർലി കൊടുക്കും. ആൻഡ് മൂന്നാമത്തെ ഗ്രൂപ്പ് മരുന്നുകൾ ദാറ്റ് ഈസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. PGs എന്ന് വിളിക്കും. പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, PGF2 ആൽഫ ഉണ്ട്. അതാണ് കാർബോപ്രോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ PGE2 അനലോഗ് ഉണ്ട്. അതാണ് ഡൈനോപ്രോസ്റ്റോൺ ഫേമസ് ആണ്. ദെൻ PGE1 നമ്മൾ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ് ഈ മരുന്ന്. മീസോപ്രോസ്റ്റോൾ സൈറ്റോടെക്. സോ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട മരുന്നുകൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഓക്സിറ്റോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. ഓക്സിറ്റോസിൻ പ്രവർത്തിക്കുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് വഴിയാണ്. ജി പ്രോട്ടീനിൽ തന്നെ G0 വഴിയാണ് പ്രവർത്തിക്കുക. ആൻഡ് ഇതുവഴി പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം IP3 കൂടുതലായിട്ടുണ്ടാവുന്നുണ്ട്, ഡയസൈൽ ഗ്ലിസറോൾ കൂടുതലായിട്ടുണ്ടാവുന്നുണ്ട്. IP3 വഴി കാൽഷ്യം കൂടുതലുണ്ടാവും. ആൻഡ് ദിസ് കാൽഷ്യം എവിടെ പോകും? അത് മയോമെട്രിയത്തിൽ യൂട്രസിന്റെ മസിൽസിൽ പ്രവർത്തിച്ച് അതിന്റെ കൺട്രാക്ഷൻ വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ഈ റിസപ്റ്റേഴ്സിന്റെ എണ്ണം ടേം ആവും തോറും, പ്രഗ്നൻസി ടേം ആവും തോറും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓക്സിറ്റോസിൻ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് ആക്ഷൻ ഉണ്ടാകും. സോ ഫസ്റ്റ് ആക്ഷൻ, പ്രധാനപ്പെട്ട ആക്ഷൻ ഓൺ യൂട്രസ് ആണ്, യൂട്രൈൻ കൺട്രാക്ഷൻ ആണ്. അത് നമുക്ക് പുറകെ പറയാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആക്ഷൻ ദാറ്റ്സ് ഓൺ മിൽക്ക് ഇജക്ഷൻ ആണ്. മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സിൽ ഇത് സഹായിക്കുന്നുണ്ട്. റിഫ്ലക്സ്. ഓക്കെ. സോ സക്ലിംഗ് ഓഫ് ദ ബ്രസ്റ്റ്. കുട്ടി ജനിച്ചു, സക്ലിംഗ്, ബ്രസ്റ്റ് സക്കിൾ ചെയ്യും. അപ്പോൾ മിൽക്ക് ഇജക്ഷൻ സഹായിക്കുന്നതിൽ ഓക്സിറ്റോസിന് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ കൺട്രാക്ട് ചെയ്യുന്ന മസിൽസ് ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മയോ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ ബ്രസ്റ്റ് ആണ് കൺട്രാക്ഷൻ ഉണ്ടാക്കുക. ആൻഡ് മൂന്നാമത്തെ ആക്ഷൻ ദാറ്റ്സ് എ ലവ് ഹോർമോൺ ആണ്. ലവ് ഹോർമോൺ ഓർ നമുക്കതിനെ സോഷ്യലൈസിങ് ഹോർമോൺ എന്ന് വിളിക്കാം. സോഷ്യലൈസിങ് ഹോർമോൺ. സോ ഹഗ്ഗിങ്, കഡ്ലിംഗ്, സെക്ഷൽ ആക്ട്സോ ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഈ ഓക്സിറ്റോസിന്റെ റിലീസും പ്രവർത്തനവും ഒക്കെ കൂടുതലായിട്ട് നടക്കും. സോ ഓക്സിറ്റോസിൻ മൂലമാണ് അമ്മയ്ക്ക് കുട്ടിയോടുള്ള ആ മാതൃത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക. ദെൻ മറ്റൊരു ആക്ഷൻ ആസ് എൻ ADH ലൈക്ക് ആക്ഷൻ ഉണ്ട്. ബിക്കോസ് രണ്ടും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി നിന്നാണ് ഉണ്ടാകുന്നത്. സോ അതേപോലെയുള്ള ആക്ഷൻ ഇതിനുണ്ട്. അപ്പോൾ യൂട്രസിൽ ഇതിന്റെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് യൂട്രസ് ഇത് സെർവിക്സ് ആണെന്ന് വിചാരിക്കാൻ, ദിസ് ഈസ് വജൈന എന്ന് വിചാരിച്ചാൽ, ആൻഡ് യൂട്രസിന്റെ ഈ അപ്പർ സെഗ്മെന്റ് മുകളിലുള്ള സെഗ്മെന്റിലും അപ്പർ സെഗ്മെന്റിലെ ഇത് ഫണ്ടസ് ആണെന്ന് നമുക്ക് പറയാം. ഫണ്ടസ് ആൻഡ് ദിസ് ഈസ് ബോഡി. ഇവിടെയാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കൺട്രാക്ഷൻ ഉണ്ടാകുക. അപ്പോൾ ഇവിടെയോ താഴെ ഇത് റിലാക്സേഷൻ ആയിരിക്കും, ഇങ്ങനെ ഡയലേഷൻ നടക്കുക. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ് സഹായിക്കുകയാണ്. അല്ല, നോർമൽ ഫിസിയോളജിക്കൽ കൺട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. സോ ലേബർ നടക്കുന്നത് ഇത് മൂലമായിട്ടാണ്. നാച്ചുറൽ ഫിസിയോളജിക്കൽ ലേബർ ആയിരിക്കും നടക്കുക. ആൻഡ് മാത്രമല്ല ദിസ് ഓൾസോ ഇൻക്രീസസ് സിന്തസിസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 ആൽഫയുടെ ഒക്കെ സിന്തസിസ് കൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. സോ അതും ദിസ് ക്യാൻ കൺട്രാക്ട് യൂട്രസ് സഹായിക്കുന്നു. ആൻഡ് ഈ മരുന്ന് നമുക്ക് ഓറലായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇനാക്റ്റീവ് ആണ്, ഓറലി ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ IM ഓർ IV ആയിട്ടാണ് കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഇതിന്റെ T1/2 എന്ന് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് 3 to 4 minutes, 5 minutes ഒക്കെ ഉള്ളൂ ഇതിന്റെ
THAF എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തിനെല്ലാം ഇത് ഉപയോഗിക്കാം? വാട്ട് ആർ ദ യൂസേഴ്സ് ഓർ ഇൻഡിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 1 is to augment എന്ന് വെച്ചാൽ കൂട്ടുക. യൂട്രൈൻ കൺട്രാക്ഷൻസ് കൂട്ടേണ്ട അവസ്ഥയിൽ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഇൻഡക്ഷൻ, പ്രസവം തുടങ്ങാൻ, ഇൻഡക്ഷൻ ഓഫ് ലേബറിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. 3 പ്രസവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ നമുക്കിത് ഉപയോഗിക്കാം. ദെൻ പ്രസവം ജസ്റ്റ് കഴിഞ്ഞു, അപ്പോൾ പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഒക്കെ ഉണ്ടെങ്കിൽ സോ മാനേജ് പോസ്റ്റ്മോർട്ടം അറ്റോണിക് ഹെമറേജ്, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. സോ പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്ന് വെച്ചാൽ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. മറ്റൊരു യൂസ് സ്റ്റോപ്പ് ബ്ലീഡിങ് ആഫ്റ്റർ ഇവാക്യുവേഷൻ. ഫീറ്റസിനെ ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ബ്ലീഡിങ് കുറയ്ക്കാനായിട്ടും നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ യൂസസ്. ഇതിന്റെ ഡോസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിറ്റ്സിലാണ് നമ്മൾ പറയാം. ഓക്സിറ്റോസിന്റെ ഡോസ് വി റെപ്രസെന്റ് ഇൻ ഇന്റർനാഷണൽ യൂണിറ്റ്. 1 ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 മൈക്രോഗ്രാംസ്. സോ ഓഗ്മെന്റേഷൻ ഓഫ് ലേബറിൽ നമ്മൾ ഇൻക്രിമെന്റൽ ഡോസിലാണ് കൊടുക്കുക. ഇൻക്രിമെന്റൽ എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. ഒന്ന് ലോ ഡോസ് റെജിമെൻ ഉണ്ട്, ദെൻ ഹൈ ഡോസ് റെജിമെൻ ഉണ്ട്. ഞാൻ റെജിമെൻ ഒന്നും പറയുന്നില്ല, എങ്കിലും ഇവിടെ ഇപ്പോൾ 2 കൊടുത്തു എന്ന് വെച്ചാൽ 2 കഴിഞ്ഞ് 4, 6 അങ്ങനെയൊക്കെ ആയിരിക്കും, 8 അങ്ങനെ അങ്ങ് പോകും. ഇവിടെ ആണെങ്കിൽ 4 കൊടുത്തു, ദെൻ 8 കൊടുത്തു, 12 അല്ലെങ്കിൽ അങ്ങനെ ഇരട്ടിക്കായിട്ടായിരിക്കും ചിലപ്പോൾ പോകും. എന്തായാലും ഒരു സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ചെയ്യാനായിട്ട് ഒരു 40ഓളം മിനിറ്റ്, 40 മിനിറ്റ്സ് എങ്കിലും പിടിക്കും. സോ ഇതിനാണ് നമ്മൾ ഇൻക്രിമെന്റൽ ഡോസേജ് എന്ന് പറയാം. അപ്പോൾ ഇത് ഡോസ് കൊടുക്കാനായിട്ട് നമ്മൾ എങ്ങനെ കലക്കാന്ന് വെച്ചാൽ 2 യൂണിറ്റ് എടുക്കുക. 2 യൂണിറ്റ് ഓക്സിറ്റോസിൻ എടുത്തിട്ട് 500 ml റിംഗർ ലാക്ടേറ്റോ സലൈനിലോ കലക്കിയാൽ നമുക്ക് കിട്ടുക 1 ml-നകത്ത് 1 ml കണ്ടെയ്നർ, അതിനെ നമുക്ക് 20 ഡ്രോപ്സ് എന്ന് വിളിക്കാം. അപ്പോൾ അതിനകത്ത് 4 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് ഉണ്ടാകും അതിനകത്ത്. അപ്പോൾ ഒരു 60 ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ 60 ഡ്രോപ്സ് കണ്ടെയ്ൻ 12 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് 60 ഡ്രോപ്പ് ഒരു മിനിറ്റിൽ 60 ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വെച്ച് നമുക്ക് കിട്ടും. ആൻഡ് ഇതിന് തന്നെ 2 യൂണിറ്റ്സിന് വേണം 4 ഇന്റർനാഷണൽ യൂണിറ്റ്സ് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് 60 ഡ്രോപ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 24 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ 5 IU കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 ഡ്രോപ്സിനകത്ത് നമുക്ക് 30 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് എളുപ്പത്തിനാണ് ഞാനിത് പറഞ്ഞത്. ആൻഡ് മാക്സിമം ഡോസേജ് സാധാരണ ഒരു 36 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ മിനിറ്റ് ആണ് നമ്മൾ ഇതിന്റെ മാക്സിമം ഡോസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഗ്മെന്റേഷൻ ഓഫ് ലേബറിൽ നമ്മൾ ഉപയോഗിക്കുക. ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ആക്റ്റീവ് മാനേജ്മെന്റ് നമ്മൾ കൊടുക്കുക 10 യൂണിറ്റ്സ് IM ആയിട്ടാണ്. ഇവിടെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ ആണെന്ന് ഓർക്കുക. ഇത് IM ആയിട്ടായിരിക്കും കൊടുക്കുക. ഡിപ്പെൻസ്. ദെൻ പോസ്റ്റ്മോർട്ടം ഹെമറേജ്. സോ അവിടെ ഇൻഫ്യൂഷൻ ആയിട്ട് 20 to 40 യൂണിറ്റ്സ് ഇൻ 100 ml റിംഗർ ലാക്ടേറ്റോ നോർമൽ സലൈനിലോ ഒക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യൂട്രൈൻ എക്സ്ട്രാസിസ്റ്റോളി എന്ന് പറയുമ്പോൾ കൂടുതൽ കൺട്രാക്ഷൻ വരിക എന്നുള്ളതാണ്. കൂടുതൽ കൺട്രാക്ഷൻ യൂട്രസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 10 മിനിറ്റിൽ 5-ലധികം കൺട്രാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫീറ്റസിനും അത് പ്രശ്നമാണ്. സോ അങ്ങനെയുള്ള യൂട്രൈൻ എക്സ്ട്രാസിസ്റ്റോളി വരാം. ദെൻ അപൂർവമായിട്ട് യൂട്രൈൻ റപ്ചർ അപൂർവമായിട്ട് ഉണ്ടാകും. സോ പ്രീവിയസ് സിസേറിയൻ സെക്ഷനോ അല്ലെങ്കിൽ സ്കാറിങ്ങോ അങ്ങനെയൊക്കെയുള്ള യൂട്രസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ഇത് ഉണ്ടാവുക. പിന്നെ ഉണ്ടാകുന്ന മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ADH പോലെയുള്ള സംഭവമാണ് ഇത്. അപ്പോൾ പക്ഷേ ഇത് അൺകോമൺ ആണ് എങ്കിലും പ്രായം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകാം, സോഡിയം വർദ്ധിക്കാം, ദെൻ സ്വെല്ലിംഗ്, വാട്ടർ പിടിച്ചു വയ്ക്കുമ്പോൾ സോഡിയത്തിന്റെ മൊത്തത്തിൽ എമൗണ്ടും കുറയാം അല്ല, അങ്ങനെ സംഭവിക്കാം. ദെൻ സ്വെല്ലിംഗ്, പോസ്റ്റ് എഡീം, പൾമണറി എഡീമ, കാർഡിയോവാസ്കുലാർ പ്രശ്നങ്ങൾ. സോ അങ്ങനെയൊക്കെയുള്ള വാട്ടർ ഇൻടോക്സിക്കേഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ ഹൈ ഡോസിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 4ാമത്തെ കേസ് സഡൻ ഡേഞ്ചറസ് ഹൈപ്പോടെൻഷൻ ആണ് ഉണ്ടാക്കുക എന്നുള്ളത് ഓർക്കുക. സോ IV ബോളസ് ലാർജ് ഡോസിലൊക്കെ കൊടുത്താലാണ് ഉണ്ടാകുക. ദെൻ നമ്മളിത് കൊടുക്കുന്ന എല്ലാം നമ്മൾ പറഞ്ഞത് റിംഗർ ലാക്ടേറ്റിലോ സലൈനിലോ ആണ്. പ്ലെയിൻ ഗ്ലൂക്കോസ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കാറില്ല. ഇത്രയാണ് നമുക്ക് ഓക്സിറ്റോസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ 2ാമത്തെ മരുന്ന് മെത്തർജിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. മെത്തർജിൻ ഓർ മീഥൈലെർഗോമെട്രിൻ ആണ്. നമുക്കറിയാം ക്ലാവിസെപ്സ് പെർപ്യൂറ എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. ആൽക്കലോയിഡ് ആണ് ഈ സാധനം. ഇതിൻ്റെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഫാർമക്കോളജി എർഗട്ട് ആൽക്കലോയിഡ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ മരുന്ന് നേരിട്ട് യൂട്രസിലുള്ള മയോമെട്രിയത്തിൽ പ്രവർത്തിക്കുന്ന മരുന്ന്. ഡയറക്ട്ലി ആക്ട്സ് ഓൺ ദ മയോമെട്രി. ആൻഡ് ഇത് ഉണ്ടാക്കുന്ന കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ടെറ്റാനിക് കൺട്രാക്ഷൻ
കൺട്രാക്ഷൻസ് ഓൺ യൂട്രസ് ആണ്, ഫിസിയോളജിക്കൽ കൺട്രാക്ഷൻ അല്ല. ഫിസിയോളജിക്കൽ കൺട്രാക്ഷൻ ആണെങ്കിൽ ദാ ഇവിടെ ഇത് റിലാക്സ് ചെയ്യണം, ഇത് റിലാക്സേഷൻ അല്ല, സെർവിക്സും കൺട്രാക്ട് ചെയ്യും. സോ അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സോ ദിസ് ഇൻ പ്രൊഡ്യൂസ് ഫിസിയോളജിക്കൽ, നോ ഫിസിയോളജിക്കൽ ലൈക്ക് കൺട്രാക്ഷൻ അല്ല, ടെറ്റനിക് കൺട്രാക്ഷൻ ആണ് എന്നുള്ളത്. സോ അപ്പൊ അതിന്റെ ഉപയോഗം വി നെവർ യൂസ് ഇൻ ഇൻഡക്ഷൻ ഓഫ് ലേബറിലല്ല നമ്മൾ ഉപയോഗിക്കുക. സോ ദിസ് ഈസ് യൂസ്ഡ് ഇൻ മാനേജ്മെന്റ് ഓഫ് അറ്റോണിക് എന്ന് വെച്ചാൽ ഇത് കൺട്രാക്ഷൻ ചെയ്യാതിരിക്കുന്ന പോസ്റ്റ് പാർട്ടം ഹെമറേജ്. സോ ആ കണ്ടീഷൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ടു കൗൺട്രാക്ട് ദ ബ്ലീഡിംഗ് ആഫ്റ്റർ അബോർഷനൊക്കെ ശേഷമുള്ള ബ്ലീഡിംഗ് തടയാനായിട്ട് IV ആയിട്ട് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 90 seconds അതിന്റെ ആക്ഷൻ കിട്ടും. ഇഫ് യു ഗിവ് IM ആണെങ്കിൽ ഒരു 7 minutes ഒക്കെ പിടിക്കും. ഡോസ് സാധാരണ 0.2 milligram ആണ് നമ്മൾ കൊടുക്കുന്ന ഡോസ്. ആൻഡ് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേതിൽ നമ്മൾ ഹൈപ്പോ ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ഇവിടെ നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ട് സഡൻ ആൻഡ് സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ മരുന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ നമുക്ക് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റില്ല, പ്രീ എക്ലാംസിയ കേസസ് ഓർ എക്ലാംസിയ അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഹേർട്ട് ഡിസീസ് ഉള്ള ആൾക്കാരിൽ ഹേർട്ട് ഫെയിലിയർ ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പെരിഫറൽ വാസ്കുലർ ഡിസീസസ്, ബിക്കോസ് പെരിഫറൽ വാസ്കുലേച്ചർ ഒക്കെ കൺട്രാക്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ഡിസീസസിലുള്ളവരിൽ കൊടുത്തു കഴിഞ്ഞാൽ പെരിഫറൽ വാസ്കുലർ കൺസ്ട്രക്ഷൻ മൂലം അപ്പോൾ ഗാംഗ്രീൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ കൊടുക്കാത്തത് RH നെഗറ്റീവ് മദർ ആണെങ്കിൽ നമ്മൾ കൊടുക്കില്ല, കാരണം ചിലപ്പോൾ RH പോസിറ്റീവ് കുട്ടി അതിനകത്ത് ഉണ്ടാകാം. ഇപ്പൊ 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണെങ്കിൽ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് ഉണ്ടാകുന്ന ബ്ലീഡിങ് അപ്പോൾ നമ്മൾ കൊടുക്കാറില്ല. ദെൻ 3rd സ്റ്റേജ് ഓഫ് ലേബർ, റീറ്റെയിൻഡ് പ്ലാസെന്റ ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കാൻ പാടില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള കേസസിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് അറ്റോണിക് പോസ്റ്റ്പാർട്ടം ഹെമറേജിൽ, ബിക്കോസ് യൂട്രസിന്റെ മസിൽ ഭയങ്കരമായിട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വെസിൽസിൽ നിന്ന് ബ്ലഡ് പോകുന്നത് കുറയും. അതാണ് ഇതിന്റെ യൂസ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഗ്രൂപ്പിലെത്തി. മൂന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ആണ്. ധാരാളം അനലോഗ്സ് ഉണ്ട്, ഞാൻ 3 മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് പ്രൊഡ്യൂസസ് ലോക്കൽ ആക്ഷൻ. യൂട്രസിൽ ലോക്കൽ ഓർ പാരാക്രൈൻ ആക്ഷൻസ് ആണ്, അവിടെ തന്നെ ഉണ്ടായി അവിടെ തന്നെ ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പാരാക്രൈൻ ആക്ഷൻസ് എന്ന് പറയാം. സോ PGF2 ആൽഫ ആണ് നമ്മൾ പറഞ്ഞത്, അത് മയോമെട്രിയത്തിലാണ് കൺട്രാക്ട് ചെയ്യുക, മയോമെട്രിയൽ കൺട്രാക്ഷൻസ് ആണ് ഉണ്ടാകുക. പക്ഷെ PGE2 എന്ന് പറയുന്നത് സെർവിക്സിൽ, ഇൻ ദ സെർവിക്സിൽ അവിടെ റൈപ്പനിങ്, സെർവിക്കൽ ഏരിയ റൈപ്പനിങ് ആണ് ഉണ്ടാക്കുക. PGI2 ഓൾസോ മയോമെട്രിയൽ കൺട്രാക്ഷൻ ഉണ്ടാകും, PGI2. പക്ഷെ അതിൻ്റെ ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. E1 ഉപയോഗിക്കുന്നത് മയോമെട്രിയൽ കൺട്രാക്ഷൻ ഉണ്ടാക്കാനും സെർവിക്കൽ റൈപ്പനിങ് ഉണ്ടാക്കാനുമായിട്ട് നമ്മൾ ഉപയോഗിക്കും. ആൻഡ് PGF2 ആൽഫയിൽ നമ്മൾ പറഞ്ഞ പ്രധാന മരുന്ന് കാർബോപ്രോസ്റ്റ് ആണ്. കാർബോപ്രോസ്റ്റ്, ഹെംബേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ പേരിലാണ് ലഭിക്കുക കാർബോപ്രോസ്റ്റ് എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് അറ്റോണിക് PPH, പോസ്റ്റ്പാർട്ടം ഹെമറേജിലാണ് നമ്മൾ ഉപയോഗിക്കുക. 250 മൈക്രോഗ്രാം ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. 15 മിനിറ്റ് കൂടുന്തോറും കൊടുക്കും. 8 ഡോസ്, പരമാവധി ദിവസം 8 ഡോസ് വരെ ആണ് നമ്മൾ കൊടുക്കുക. പ്രധാന പ്രശ്നം നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ ആണ് പ്രധാനം. ഡയറിയ ആൻഡ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കാം. ദെൻ ടാക്കിക്കാർഡിയ ഉണ്ടാക്കാം. ദെൻ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും. സോ അതുകൊണ്ട് ഈ മരുന്നുകളൊന്നും തന്നെ ആസ്മാറ്റിക്സിൽ നമ്മൾ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് നമ്മൾ കൊടുക്കാറില്ല. രണ്ടാമത്തെ മരുന്ന് ഡൈനോപ്രോസ്റ്റോൺ ആണ്. ഡൈനോപ്രോസ്റ്റോൺ എന്ന് പറയുന്നത് PGE2 അനലോഗാണ്. E2 അനലോഗ് ഇത് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു, പല രീതി. ഇപ്പോൾ പെസറി ആയിട്ട്, വജൈനൽ വെക്കുന്ന ഗുളികയായിട്ട് ഉപയോഗിക്കാം, വജൈനൽ വെക്കുന്ന ജെല്ല്, പിന്നെ വജൈനൽ പ്രീഫിൽഡ് സിറിഞ്ചായിട്ടും ജെല്ല്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇത് വരുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡക്ഷൻ ഓഫ് ലേബർ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സെർവിക്സിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സോ സെർവിക്കൽ റൈപ്പനിങ്ങിന് വേണ്ടി, സെർവിക്സ് ഒന്ന് ഡയലേറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയാണ് സെഫിപ്പൈം ജെൽ പോലുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ആൻഡ് സെർവിക്സിനകത്തേക്ക് മരുന്ന് കയറ്റിയിട്ട് അങ്ങോട്ട് വെക്കുകയാണ്. ഇൻട്രാസെർവിക്കലായിട്ട് നമ്മൾ ഒരു 6 hourly പരമാവധി ദിവസം 3 തവണ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുക. ആൻഡ് ഇത് തന്നെ വജൈനൽ സ്ലോ റിലീസ് പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മളത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് അവിടെ വയ്ക്കും. അപ്പോൾ പ്രസവശേഷം ഇതിൽ വള്ളിയിൽ പിടിച്ച് പുറത്തേക്കൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ 2 hours എങ്കിലും അതിനകത്തേക്ക് വെക്കാം. 12 മണിക്കൂറോ അത്രയും നേരമൊക്കെ എഫക്റ്റ് ഉള്ള മരുന്നാണ്. ആൻഡ് ദെൻ യൂട്രൈൻ സ്കാർ ഉള്ള ആൾക്കാരിൽ, ഗ്ലൂക്കോമ ഉള്ള ആൾക്കാരിൽ, ആസ്മ ഉള്ള ആൾക്കാരിൽ, ദെൻ റപ്ചർ മെംബ്രെയിൻ ഇങ്ങനെയൊക്കെയുള്ള കേസിലൊന്നും ഈ സാധനം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡൈനോപ്രോസ്റ്റോൺ വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ്, പ്രധാനമായിട്ടും സൈവിക്കൽ റൈപ്പനിങ്ങിനകത്ത് തുടക്കത്തെ ഇൻഡക്ഷൻ ഓഫ് ലേബറിലാണ്. ദെൻ അതേപോലെ വേറെ പ്രധാനപ്പെട്ട ഡ്രഗാണ് മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്നത്, പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 അനലോഗാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മിഫിപ്രിസ്റ്റോൺ എന്ന് പറഞ്ഞ അബോർഷൻ അതിന് വേണ്ടിയുള്ള മരുന്നുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. സിസ്റ്റോടെക് എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റി അൾസർ, NSAID ഇൻഡ്യൂസ് അൾസറിനൊക്കെ ഉപയോഗമുള്ള മരുന്നാണ്. സാധാരണ അതിന്റെ ഡോസ് മൈക്രോഗ്രാംസ്
ആണ്. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ദിസ് പ്രൈസ് ചീപ്പാണ്, വില കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ഇൻഡക്ഷൻ ഓഫ് ലേബറിൽ ഉപയോഗിക്കാം. എല്ലാ യൂസിനും FDA അപ്രൂവൽ ഇല്ല, പക്ഷേ WHO ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 3rd സ്റ്റേജ് ഓഫ് ലേബറിൽ നമുക്ക് 600 മൈക്രോഗ്രാം ഓർലി കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ 25 മൈക്രോഗ്രാം വജൈനൽ എവറി 6 hours ആയിരിക്കും നമ്മൾ കൊടുക്കുക. 6 to 8 ഡോസ് വരെയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ദെൻ അറ്റോണിക് PPH എന്ന് വെച്ചാൽ പോസ്റ്റ്പാർട്ടം ഹെമറേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുക. 800 മൈക്രോഗ്രാമിൽ ഉപയോഗിക്കാം. ഇൻഡക്ഷൻ ഓഫ് ലേബർ വിത്ത് ഇൻട്രായൂട്രൈൻ ഡെത്ത്, അങ്ങനെയുള്ള IUD ഡെത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചേക്കാം. അബോർഷൻ റിലേറ്റഡ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതിന്റെ ഡോസും കാര്യങ്ങളും എല്ലാം നമ്മൾ മെഫിപ്രിസ്റ്റോൺ എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ നടന്നവൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഉണ്ടാക്കാവുന്നത് യൂട്രൈൻ ട്രാക്കിസിസ്റ്റോളി ഉണ്ടാക്കാം, അപ്പോൾ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാം, റപ്ചർ ഓഫ് യൂട്രസ് ഉണ്ടാക്കാം, ദെൻ മെക്കോണിയം പാസേജ് എക്സെട്ര ഒക്കെ ഉണ്ടാക്കാം. സോ ദീസ് ഓൾ തിങ്സ് ക്യാൻ ഹാപ്പൻ ഫോർ ദീസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.